നമുക്കിന്നൊരു ബീഫ് കപ്പ കിഴി ഉണ്ടാക്കാം. അതിന് ആദ്യം തന്നെ നമുക്ക് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകുകൾ പൊട്ടിച്ചെടുത്ത് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് പച്ചമുളക് തക്കാളി ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അതിലേക്ക് നമുക്ക് സവാളയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. സവാളയ്ക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മതിയാകും നമ്മുടെ സവാളകൾ വെന്ത് കിട്ടാൻ. സവാളകൾ വെന്ത് ഇട്ടിട്ടുണ്ട്. ഒരു ശകലം പോലും അടുക്കി പിടിക്കാതെ കരിയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നന്നായിട്ട് സവാള വെന്ത് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചൂടാക്കിയെടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്തൊന്ന് ചൂടാക്കി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി റെഡിയായി. ഇതിലേക്ക് നമുക്കിനി ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ തന്നെ വേവിച്ച് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബീഫാണ് ഇട്ട് കൊടുക്കുന്നത്. അന്നേരം തന്നെ വേവിച്ച ബീഫ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബീഫ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് ഇതിലേക്ക് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്നും കൂടി അടച്ച് വെച്ച് മീഡിയം ഹൈ ഫ്ലെയിമിൽ 2-3 വിസിൽ വരെ വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ബീഫ് കറി റെഡി. ഈ ബീഫ് കറിയാണ് നമ്മൾ ബീഫ് കപ്പ കിഴിക്ക് ഉപയോഗിക്കുന്നത്. സാധാരണ ബീഫ് കിട്ടുമ്പോഴും നമുക്ക് ഇങ്ങനെ കറി വെച്ചെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ല അടിപൊളി കറിയായിരിക്കും. ഈ സമയത്ത് നമുക്ക് മല്ലിയില കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറി നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി കപ്പയിലേക്ക് പോകാം. നന്നായിട്ട് നമുക്ക് കപ്പ വേവിച്ച് കിട്ടണം. ഇനി നേരത്തെ തന്നെ കപ്പ വേവിക്കാൻ വെച്ചിരുന്നു. കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത കപ്പ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് കപ്പയിലെ വെള്ളങ്ങളെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് കപ്പ ഒരു പാത്രത്തിലേക്കിട്ട് ഒന്ന് ഉടച്ചെടുക്കാവുന്നതാണ്. ഉടഞ്ഞു വന്ന കപ്പയിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലും ചേർത്ത് ഇളക്കിയാൽ പാൽക്കപ്പ പകുതി റെഡിയായി. ഇനി പാൽക്കപ്പയിലേക്ക് കടുക് വറുക്കണ്ടേ? അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകുകൾ പൊട്ടിച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ പാൽക്കപ്പ റെഡി. ഒന്ന് അടച്ചു വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബീഫ് പാൽക്കപ്പയ്ക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും മൂപ്പിക്കാൻ പോകാം. അതെല്ലാം മൂപ്പിച്ച് വറുത്ത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് നല്ലപോലെ വാട്ടിയ വാഴയില ഇറക്കി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കപ്പ ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ബീഫ് കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സവാളയും കൂടെ ചേർത്ത് ഒന്ന് കെട്ടിക്കൊടുത്താൽ നമ്മുടെ ബീഫ് കപ്പ കിഴി ഇവിടെ റെഡിയായി. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറക്കാവുന്നതാണ്. തുറന്ന് നോക്കുമ്പോൾ എന്താ അടിപൊളി ബീഫ് കപ്പ കിഴി റെഡി. ആ തേങ്ങാക്കൊത്തിൻ്റെയും സവാളയുടെയും ബീഫിൻ്റെയൊക്കെ ഒരു അടിപൊളി മണം ഇപ്പോൾ വരും. എന്താ ടേസ്റ്റ് എന്നറിയാമോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പം സൂപ്പർ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടിട്ട് തന്നെ കൊതി വരുന്നില്ലേ? അപ്പോൾ എല്ലാവരും പോയി വേഗം ബീഫും വാങ്ങിച്ച് കപ്പയും വാങ്ങിച്ച് ബീഫ് കപ്പ കിഴി ഉണ്ടാക്കിക്കോ കേട്ടോ. സൂപ്പർ റെസിപ്പിയാണ്. നന്നായിട്ട് വെന്ത ബീഫും നന്നായിട്ട് വെന്ത കപ്പയും തേങ്ങാപ്പാലും തേങ്ങാക്കൊത്തും സവാള എല്ലാം കൂടെ ചേർത്തൊരു പിടി. സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.